നമസ്കാരം, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടം വിധി എഴുതുമ്പോൾ വടക്കൻ കേരളം ആർക്കൊപ്പം നിൽക്കും? തൃശൂർ മുതൽ കാസർഗോഡ് വരെ ജനം ആർക്ക് വിധി എഴുതും? ആര് വാഴും തദ്ദേശം എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ ഇന്ന് വിധി എഴുതും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിയോടെ മുഴുവൻ ബൂത്തുകളിലും മോക്ക് പോൾ ആരംഭിക്കും. 38,994 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഒപ്പത്തിനൊപ്പം നിന്ന പ്രചാരണത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ സംഘവും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി 7 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ജെയ്സൺ ചാമവളപ്പിലേക്കാണ്. ജെയ്സൺ ചാമവളപ്പിലുണ്ട്, സിനോജ് തോമസ് ഉണ്ട്, ഇക്ബാൽ അറക്കലുണ്ട്, മുബഷീർ പി അക്ബറുണ്ട്, അർച്ചന രവീന്ദ്രനുണ്ട്, അഭിജിത്ത് മുഴക്കുന്നുണ്ട്. ആദ്യം ജെയ്സൺ ചാമവളപ്പിലേക്ക് പോയാൽ, ജെയ്സൺ ഗുഡ് മോർണിംഗ്. കേരളവർമ്മ കോളേജിൽ നിന്നാണ് ജെയ്സൺ ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശൂർ എങ്ങനെ ജനവിധി രേഖപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്? തയ്യാറെടുപ്പുകൾ എല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലേ? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിശക്തമായ വാശിയേറിയ മത്സരം നടക്കുന്ന തൃശൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് തൃശൂർ കോർപ്പറേഷനിലെ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പോളിംഗ് ബൂത്തിന്റെ പ്രത്യേകത, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും അവരുടെ ഭർത്താവും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്ന ബൂത്താണ്. കാനാട്ടുകര വാർഡാണ്, ഡിവിഷനാണ് ഇത്. ഇതിൽ പ്രധാനമായും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കേണ്ടതേ ഉള്ളൂ. പ്രധാനമായും തൃശൂർ ജില്ലയിലെ പൊതു വിവരങ്ങൾ പറഞ്ഞാൽ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കായി 2204 വാർഡുകളാണുള്ളത്. 7208 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 27,36,817 വോട്ടർമാരാണ് തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3282 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 4,757 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പ്രധാനമായും തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, 16 ബ്ലോക്കുകൾ, 86 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് മത്സരം നടക്കുന്നത്. അതിശക്തമായ മത്സരം നടക്കുന്ന വിവിധ പഞ്ചായത്തുകളുണ്ട്. ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഈ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം സംഭവിച്ചത് തൃശ്ശൂരായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ വലിയ തോതിലുള്ള വളർച്ച, അവർ വിവിധ പഞ്ചായത്തുകൾ പിടിക്കുമെന്ന അവകാശവാദം, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവർ പിടിക്കുമെന്നുള്ള അവകാശവാദം, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ അടവുകളും, രാഷ്ട്രീയമായ എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നത് അവരുടെ അഭിമാന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 10 വർഷമായി തങ്ങളിൽ നിന്ന് കൈവിട്ടുപോയ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് അതിൻ്റെ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം തൃശൂർ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് BJPക്കുമുണ്ട്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അത് അതേ അളവിൽ നിലനിർത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയേ മതിയാകൂ. LDF തൽസ്ഥിതി തുടരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം LDF കാഴ്ചവെച്ചു. 86-ൽ 69 പഞ്ചായത്തുകളും LDFന്റെ കൈവശമായിരുന്നു. 16 UDF, 1 BJP എന്നതായിരുന്നു നില. 7 മുനിസിപ്പാലിറ്റികളിൽ 5 LDFനായിരുന്നു, 2 മാത്രമാണ് UDFനുണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDFനായിരുന്നു. ഇത്തരത്തിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. അതേസമയം കാര്യമായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷ UDF നിലനിർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങൾ 3 മുന്നണികൾ നടത്തിയിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ്. പരമാവധി വോട്ടർമാരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും സജീവമായി രംഗത്തെത്തിയിരിക്കുന്നു. മോക്ക് പോളിംഗിനായി സംവിധാനങ്ങളെല്ലാം തയ്യാറായിരിക്കുന്നു. ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. 6 മണിയോടുകൂടി മോക്ക് പോളിംഗ് ആരംഭിക്കും. ശ്രുതി. ഓക്കെ.